നമസ്കാരം. ICCയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ബർത്തിനായി പോരാട്ടം മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കലാശ പോരാട്ടത്തിനായി നിലവിൽ ഒരു ടീമും ടിക്കറ്റ് ഉറപ്പിച്ചിട്ടില്ല. നിലവിലെ ചാമ്പ്യന്മാരായ ഓസ്ട്രേലിയ, ഇന്ത്യ, സൗത്ത് ആഫ്രിക്ക, ന്യൂസിലൻഡ്, ശ്രീലങ്ക എന്നീ 5 ടീമുകൾ തമ്മിലാണ് ഫൈനലിനായുള്ള പ്രധാന പോരാട്ടം നടക്കുന്നത്. കഴിഞ്ഞ 2 എഡിഷനുകളിലും ഫൈനലിൽ ഉണ്ടായിരുന്ന ടീമാണ് ഇന്ത്യ. 2 തവണയും കിരീടം കയ്യെത്തും ദൂരത്ത് വഴുതിപ്പോയെങ്കിലും വീണ്ടും ഒരു ഫൈനൽ കളിച്ച ഇത്തവണ കപ്പ് ഉയർത്തുകയെന്നാണ് ഇന്ത്യയുടെ മോഹം. എന്നാൽ ഇന്ത്യയുടെ ഫൈനൽ പ്രതീക്ഷകൾ ഇപ്പോഴും തുലാസിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ വെസ്റ്റ് ഇൻഡീസുമായുള്ള 2ാം ടെസ്റ്റിൽ ബംഗ്ലാദേശിന്റെ അപ്രതീക്ഷിത വിജയം കാരണം ഇന്ത്യക്കും പണി കിട്ടിയോ എന്ന സംശയത്തിലാണ് ആരാധകർ ഇപ്പോൾ. 2 ടെസ്റ്റുകളുടെ പരമ്പര ഇതോടെ സമനിലയിലും കലാശിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ബംഗ്ലാ ടീമിന്റെ സർപ്രൈസ് ജയം ഇന്ത്യയുടെ ഫൈനൽ സാധ്യതകളെ ബാധിച്ചിട്ടുണ്ടോ? ഇതേക്കുറിച്ച് വിശദമായി ഒന്ന് പരിശോധിക്കാം. ജമൈക്കയിൽ നടന്ന 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെ 101 റൺസിന്റെ ആധികാരിക വിജയമാണ് ബംഗ്ലാദേശ് ടീം ആഘോഷിച്ചത്. നേരത്തെ 1ാം ടെസ്റ്റിൽ 201 റൺസിനായിരുന്നു വിൻഡീസിന്റെ വിജയം. ഈ പരമ്പരയുടെ ഫലം ഇന്ത്യയുടെ WTC ഫൈനൽ പ്രതീക്ഷകളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. കാരണം വെസ്റ്റ് ഇൻഡീസ്, ബംഗ്ലാദേശ് ടീമുകളുടെ ഫൈനൽ പ്രതീക്ഷകൾ ഇതിനകം തന്നെ അസ്തമിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ മത്സരബലം ഇന്ത്യയെ ഒരു തരത്തിലും ബാധിക്കാൻ ഇടയില്ല എന്ന് തന്നെ പറയാം. ബംഗ്ലാദേശിന് ഈ ഒരു WTC സൈക്കിളിൽ ഇനിയും ടെസ്റ്റുകൾ ബാക്കിയുണ്ടെങ്കിൽ ജനുവരിയിൽ പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിൽ 2 ടെസ്റ്റുകൾ മാത്രമേ വിൻഡീസിന് ബാക്കിയുള്ളൂ. ഈ 2 ടെസ്റ്റുകളിലും ജയിച്ചാലും വിൻഡീസിന്റെ വിജയ ശതമാനം 35.90 മാത്രമേ എത്തുകയുള്ളൂ. നിലവിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് തന്നെയാണ് ഇന്ത്യയുള്ളത്. 15 ടെസ്റ്റുകളിൽ 9 എണ്ണത്തിൽ ജയിച്ച ഇന്ത്യ 5 എണ്ണത്തിൽ തോൽക്കുകയും 1-ൽ സമനില വഴങ്ങുകയും ചെയ്തു. 61.11 ആണ് നിലവിൽ ഇന്ത്യയുടെ പോയിന്റ് ശതമാനം. നേരത്തെ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഓസ്ട്രേലിയയെ പിന്തള്ളി ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് ഈ പൊസിഷനിൽ ഉള്ളത്. 59.26 പോയിന്റ് ശതമാനമാണ് അവർക്കുള്ളത്. നിലവിലെ ജേതാക്കളായ ഓസ്ട്രേലിയ, മുൻ ചാമ്പ്യന്മാരായ ന്യൂസിലൻഡ്, ശ്രീലങ്ക എന്നിവരാണ് 3 മുതൽ 5 വരെയുള്ള സ്ഥാനങ്ങളിൽ ഉള്ളത്. ഫൈനലിലേക്ക് നിലവിൽ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയുമാണ് ഡ്രൈവിംഗ് സീറ്റിൽ ഉള്ളത് എങ്കിലും ഇത് അടുത്ത ചില ടെസ്റ്റുകൾക്ക് ശേഷം മാറിയേക്കാം. അതുകൊണ്ട് തന്നെ ആരൊക്കെ ഫൈനലിൽ ഉണ്ടാകുമെന്നത് സസ്പെൻസ് ആയി തന്നെ തുടരുകയാണ്. ഓസ്ട്രേലിയക്കെതിരെയുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ടീം ഇന്ത്യ. ഫൈനലിന് മുൻപ് ഇന്ത്യയുടെ അവസാനത്തെ പരമ്പര കൂടിയാണ് ഇത്. 5 മത്സരങ്ങളുടെ പരമ്പര ജയത്തോടെ തന്നെ തുടങ്ങാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. പെർത്തിലെ 1ാം ടെസ്റ്റിൽ 295 റൺസിനാണ് കങ്കാരുപടയെ ഇന്ത്യ വാരിക്കളഞ്ഞത്. പക്ഷേ ഫൈനൽ എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇന്ത്യക്കും ഇനിയുമേറെ ദൂരം പോകേണ്ടതായുണ്ട്. ശേഷിച്ച 4 ടെസ്റ്റുകളിൽ 3 എണ്ണമെങ്കിലും ഇന്ത്യക്ക് ജയിച്ചേ തീരൂ. 1 സമനിലയിലും അവസാനിപ്പിക്കണം. 4-0, 5-0 എന്നിവയിൽ 1 നേടിയെടുക്കാൻ സാധിച്ചാൽ മറ്റു ടീമുകളുടെ മത്സരഫലത്തെ ആശ്രയിക്കാതെ തന്നെ ഇന്ത്യക്ക് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കും. എന്നാൽ ഇന്ത്യ 4-1 3-0 ആണ് ടെസ്റ്റ് പരമ്പര ജയിക്കുന്നത് എങ്കിൽ ഫൈനലിൽ സ്ഥാനം ഉറപ്പില്ല. മറ്റ് ടീമുകളുടെ ഫലം കൂടി ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടതായി വരും.